സ്വർഗരാജ്യത്തിലേക്ക് അടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു പോയാൽ, ഒരബദ്ധം പറ്റി, ഒരു പാപം ചെയ്തു, ആ പാപം ചെയ്തു പോയാൽ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പശ്ചാത്തപിക്കുകയാണ്. അത് അവൻ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കാമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ദൈവത്തിന്റെ വാഗ്ദാനമാണത്. ആ പുറത്തു കൊടുക്കൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന, മനുഷ്യർക്ക് നൽകുന്ന ഒരു ഔദാര്യം തന്നെയാണ്. സ്വർഗലോകമെന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതേ, ആ അനുഗ്രഹത്തിലേക്കുള്ള പ്രവേശനം ദൈവത്തിന്റെ ഔദാര്യമാണ്, സംശയമില്ല. പക്ഷെ ആ ഔദാര്യം നമ്മുടെ ഹൃദയം, നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ, ഒരു അബദ്ധം ചെയ്തു പോയി, ഒരു പാപം ചെയ്തു പോയി, ആ പാപം ചെയ്തു പോയാൽ ആ പാപം ഉൾക്കൊള്ളുകയും, ഞാൻ ചെയ്തു പോയ തെറ്റ് തെറ്റായി പോയി എന്ന് ഉൾക്കൊള്ളുകയും, പടച്ച തമ്പുരാന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ആ പാപത്തിന് പരിഹാരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം കാണുന്ന പരിഹാരം. അതല്ലാതെ ആരെങ്കിലും ചെയ്ത തെറ്റിന് മറ്റാരെയെങ്കിലും പിടിച്ചു ശിക്ഷിക്കുക എന്ന രീതി ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അത് ദൈവിക നീതിക്ക് യോജിച്ചതേ അല്ല. മറിച്ച് ദൈവിക നീതി എന്ന് പറഞ്ഞാൽ, ഒരാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് അയാൾ തന്റെ ജീവിത കാലത്തു തന്നെ പശ്ചാത്തപിക്കുന്നു, പിന്നീട് ആ തെറ്റിലേക്ക് പോകുന്നില്ല. ഇസ്ലാമിന്റെ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ അതാ. ഇസ്ലാമിന്റെ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയും വന്നിട്ടുള്ള പശ്ചാത്താപമല്ല, മറിച്ച് പിന്നീട് ആ തെറ്റിലേക്ക് പോകുകയില്ല എന്നുള്ള പ്രതിജ്ഞയാണ് പശ്ചാത്താപം. ദൈവത്തിന്റെ മുന്നിൽ ഹൃദയം അറിയുന്ന, ഹൃദയത്തിലെ ഓരോ കട്ടുനോട്ടങ്ങളും അറിയുന്ന, ഹൃദയത്തിന്റെ ഓരോ ആന്തോളനങ്ങളും അറിയുന്ന പടച്ച തമ്പുരാന്റെ മുന്നിൽ ഏറ്റുപറയലാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഏറ്റുപറയല. അവിടെ തന്നെ ഞാൻ പറഞ്ഞു, മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ ആ തെറ്റുകൾ അയാളുമായി വീട്ടണം. വീട്ടണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ക്രയവിക്രയത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റാണെങ്കിൽ അതിൽ ആരാണോ ഇരയായി തീർന്നത്, ആ ഇരയെ കണ്ട് അയാൾ എത്ര ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടോ അതിനുള്ള പെനാൾട്ടി ഞാൻ കൊടുക്കണം, സംശയമൊന്നുമില്ല. ആ അയാൾക്ക് കൊടുത്തുവിട്ടണം. അയാളെ അടുത്തുനിന്ന് ഞാൻ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്തുവിട്ടണം, ഇവിടുന്ന് തന്നെ ചെയ്യണം. അതേപോലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകൾക്ക് ഇവിടെ നിന്ന് തന്നെ പശ്ചാത്താപം കാണുകയും അതിനുള്ള പരിഹാരം കാണുകയും അതോടൊപ്പം പടച്ച തമ്പുരാനോട് പശ്ചാത്തപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി, ഇസ്ലാം ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്ന രീതി. അതല്ലാതെ ഈ തെറ്റുകൾക്ക് ദൈവം തമ്പുരാൻ മറ്റാരെയെങ്കിലും ശിക്ഷിക്കുക എന്ന രീതിയുമായി ഇസ്ലാം ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സമയം അതിക്രമിക്കുന്നു. 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ സമയമുള്ളൂ. പെട്ടെന്ന് ചോദിക്കണം. ചോദ്യം MM അക്ബറിനോടാണ്. പിതാവായ ദൈവം കൽപ്പനകളെ നൽകി, പിന്നീട് യേശു കർത്താവിൽ കൂടി നമ്മളോട് പറഞ്ഞു, ഒരു പാപം ചെയ്യുക മാത്രമല്ല, പാപം മനസ്സിൽ ഓർത്താൽ പോലും അത് പാപമാണെന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മുടെ വൈരികളെയും നമ്മൾ സ്നേഹിക്കണമെന്നും പറഞ്ഞു. ഇങ്ങനത്തെ ഒരു വലിയൊരു സ്റ്റാൻഡേർഡാണ് ദൈവം നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ പ്രവൃത്തിയാൽ നമ്മൾക്ക് കഴിയുമോ? നമ്മുടെ സ്വന്തം ശക്തിയാൽ നമ്മൾക്ക് കഴിയുന്ന കാര്യമാണോ? സഹോദരി പറഞ്ഞത്, യേശു പറഞ്ഞു പിന്നെ പാപം ചെയ്യാതിരിക്കാൻ മാത്രമല്ല മനസ്സിലോർക്കാൻ പോലും പാടില്ല. യേശു ക്രിസ്തു പറഞ്ഞതായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, വ്യഭിചരിക്കരുത് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കിയവൻ മനസ്സിൽ വ്യഭിചരിച്ചു കഴിഞ്ഞു. അപ്പൊ ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കാൻ പാടില്ല. ഇതേപോലെ ഓരോ കാര്യങ്ങൾ, മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നാണ്, നമുക്ക് അനുസരിക്കാൻ പറ്റുന്നതാണോ എന്നാണ് ചോദ്യം. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചു, അബദ്ധങ്ങൾ സംഭവിക്കാം. പക്ഷേ ഇത് അനുഷ്ഠിക്കാൻ പറ്റാത്തതല്ല എന്ന് പറയാൻ പറ്റില്ല. ഇസ്ലാമികമായ സാമൂഹ്യ ക്രമത്തിൽ അനുഷ്ഠിക്കാൻ പറ്റും. ഇസ്ലാം ഇവിടെ പറയുന്നത് കേവലം ഉപദേശങ്ങളിൽ ഒതുക്കല്ല. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ സ്ത്രീ ആസക്തിയോടുകൂടി നോക്കരുത്. ഇസ്ലാമും പറഞ്ഞു സ്ത്രീ ആസക്തിയോടുകൂടി നോക്കരുത്. ആ സ്ത്രീ ആസക്തിയോടുകൂടി നോക്കുന്നത് മൂലമാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആസക്തിയോടുകൂടി നോക്കപ്പെടാതിരിക്കുവാൻ ആവശ്യമായ നിയമങ്ങളും ആവിഷ്കരിച്ചു. അതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ പ്രത്യേകത. ആസക്തിയോടുകൂടി നോക്കരുതെന്ന് പറയും ചെയ്യാം, എന്നിട്ട് ശരീരത്തിലെ എല്ലാ നിമ്നോന്നതികളും പുറത്തു കാണിച്ചുകൊണ്ട് മാർക്കറ്റിലൂടെ സ്ത്രീകൾ നടക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സഹോദരി പറഞ്ഞ പ്രശ്നമുണ്ടാകും. മനസ്സിലേക്ക് പാപം കടന്നു വരാനുള്ള കാരണം ഉണ്ടാകും. ആ പാപം കർമ്മത്തിലേക്കുള്ള പാപത്തിലേക്ക് നയിക്കും. അങ്ങനെ അത് വലിയ കുടുംബ പ്രശ്നങ്ങളിലേക്കും സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും. അതിന് ഇസ്ലാം പറഞ്ഞു പ്രായോഗികമായ ജീവിത രീതി. അതാണ് ഇസ്ലാമിലെ കർമ്മങ്ങളുടെ പ്രത്യേകത.
കേവലം നിയമങ്ങൾ മാത്രം മുന്നോട്ട് വെക്കല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെങ്ങനെ പ്രായോഗികമാക്കാമെന്ന് ഇസ്ലാം കാണിച്ചു തരുന്നു. അവിടെ എന്താ, സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, പുരുഷൻ എങ്ങനെ വസ്ത്രം ധരിക്കണം കൃത്യമായി പഠിപ്പിച്ചു. അതാണ് എല്ലാരും പറയും. ഇപ്പോ ഒരു പുസ്തകമുണ്ട്, സെക്സ് വിവാഹം, സെക്സ് സ്നേഹം വിവാഹം, ഒരു ക്രൈസ്തവ സമീപനം എന്ന പുസ്തകം. അത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ ആനി പുന്നൻ എന്ന് പറയുന്ന ക്രൈസ്തവ സാഹിത്യകാരിയാണ്. ഈ പുസ്തകത്തിൽ അവർ പറയുന്നു, സഹോദരിമാരോട് നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കണം, പുരുഷന്മാരുടെ മനസ്സിൽ ദുർമോഹങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കരുത്. കാരണം എന്താണ്, ദുർമോഹത്തിന് പുരുഷനെ ദൈവം ന്യായം വിധിക്കുമെങ്കിൽ അതിന് കാരണക്കാരായ നിങ്ങളെയും ദൈവം തമ്പുരാൻ ന്യായം വിധിക്കാതിരിക്കുകയില്ല. ഇവിടെ സഹോദരി ഈ ആനിയ പുന്നൻ പറയുന്നത് എന്താണ്, പുരുഷന്മാരിൽ ആസക്തി ഉണ്ടാക്കുന്ന രീതിയിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കരുത്, മാന്യ വസ്ത്രം ധരിക്കണം. എന്താണ് മാന്യ വസ്ത്രം എന്ന് പറയാൻ ആനിയ പുന്നന് സാധിക്കുന്നില്ല. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി. കൃത്യമായി വസ്ത്രധാരണത്തെ കുറിച്ച് കൃത്യമായ പരാമർശം, കൃത്യമായ മാർഗദർശനം, ഇങ്ങനെ ഓരോ കാര്യത്തിലും. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ഇസ്ലാമികമായ സാമൂഹ്യ ക്രമം ഉണ്ടാകുമ്പോൾ, ഇസ്ലാമികമായി ജീവിക്കുവാൻ സമൂഹം സന്നദ്ധമാകുമ്പോൾ, സ്ത്രീയും പുരുഷനും സന്നദ്ധമാകുമ്പോൾ, സഹോദരി പറഞ്ഞ രൂപത്തിൽ പരമാവധി നമുക്ക് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും. അഥവാ മനുഷ്യനാണ്, തെറ്റുകൾ പറ്റിപ്പോയി, മനസ്സിൽ മാത്രമല്ല ശരീരം കൊണ്ട് തന്നെ പറ്റിപ്പോയി എന്ന് വിചാരിക്കുക, അബദ്ധം ചെയ്തു പോയി. അബദ്ധം ചെയ്തതിന് ശേഷം ദൈവം തമ്പുരാന്റെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. അങ്ങനെ ബോധമുണ്ടായി ഇത് തിരുത്തണമെന്നുള്ള ആഗ്രഹം ജനിക്കുന്നു. അങ്ങനെ തിരുത്തണം എന്നുള്ള ആഗ്രഹം ജനിക്കുമ്പോൾ നമ്മൾ പശ്ചാത്തപിക്കുന്നു. പശ്ചാത്താപം എങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്ന പശ്ചാത്താപത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ നോക്കുക. ഇസ്ലാമിൽ നമുക്കറിയാം ഏതാണ്, വ്യഭിചരിച്ച പുരുഷൻ വ്യഭിചരിച്ചാൽ വിവാഹിതനാണെങ്കിൽ അയാളെ കൊല്ലണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധി. കൊല്ലണമെന്ന് വളരെ രഹസ്യമായി തന്റെ ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചരിച്ചു പോയ ഒരു പ്രവാചക ശിഷ്യൻ മനസ്സിൽ എത്രത്തോളം മാറ്റം ഉണ്ടാകുന്നു നിങ്ങൾ നോക്കുക. നിങ്ങൾ എന്താ ആ പ്രവാചക ശിഷ്യൻ ഒരു ദിവസം ആരും കണ്ടിട്ടില്ല, ആരും കാണാതിരുന്നിട്ടും ഒരു ദിവസം പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറയണം, പ്രവാചകരെ എന്നെ ശുദ്ധീകരിക്കണം, എന്റെ മേലെ ശിക്ഷ നടപ്പാക്കണം, ഞാൻ വ്യഭിചരിച്ചു പോയി. സ്വയം സാക്ഷ്യം വഹിക്കുകയാണ്. പശ്ചാത്താപം എത്രത്തോളം എത്തി നോക്കുക. സ്വയം ശിക്ഷ വാങ്ങുവാൻ തെറ്റ് ചെയ്തു, പക്ഷെ ദൈവബോധം ഹൃദയത്തിൽ കടന്നപ്പോ അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ആ പശ്ചാത്താപത്തിന്റെ ഫലമായി ഞാൻ ചെയ്ത തെറ്റ് രാഷ്ട്രത്തിന്റെ ഗവൺമെന്റിന്റെ മുന്നിൽ ഏറ്റുപറയണം, എന്നിട്ട് എനിക്ക് ഈ ഭൂമിയിലെ ശിക്ഷ ഇവിടെ തന്നെ അനുഭവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പശ്ചാത്താപ സങ്കല്പത്തിന്റെയും പ്രത്യേകത. ഈ രൂപത്തിൽ പൂർണ്ണമായ പശ്ചാത്താപത്തിലൂടെ പാപങ്ങളിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അത് മനുഷ്യനാണ് പറ്റിയ കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടുകയും പിന്നീട് ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പശ്ചാത്തപിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നന്മകൾ അധികരിപ്പിക്കുക, അതെല്ലാമാണ് ഇസ്ലാം. നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് തെറ്റുകളിൽ അകന്നു നിൽക്കുക. അതേപോലെ ഇസ്ലാം 5 നേരം നമസ്കാരം കൃത്യമായി പഠിപ്പിക്കുന്നത് തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുവാൻ ആവശ്യമായ വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനം എന്ന രൂപത്തിലാണ്. പ്രഭാതം മുതൽ രാത്രി വരെ ജീവിതത്തിന്റെ ഒരാളുടെ ഡെയിലി ലൈഫിന്റെ വ്യത്യസ്തങ്ങളായ കോണുകളിലെല്ലാം ദൈവബോധം മനസ്സിൽ നിന്ന് അകന്നു പോകുന്ന സമയത്തെല്ലാം ദൈവബോധത്തെ മനസ്സിലേക്ക് വീണ്ടും സന്നിവേശിപ്പിക്കാൻ വേണ്ടി ഉള്ള വളരെ സമർത്ഥമായ ശാസ്ത്രീയമായ ദൈവികമായ ഒരു രീതിയാണ് 5 നേരത്തെ നമസ്കാരം. അത് പൂർണ്ണമായി പിന്തുടരുന്ന ഒരാള്, ആ ഇസ്ലാം പറയുന്ന രീതിയിൽ പിന്തുടരുന്ന ഒരാൾക്ക് പിന്നീട് തെറ്റ് ചെയ്യാൻ സമയം ഉണ്ടാകൂല എന്നുള്ളതാണ് സത്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരറിയിപ്പ്, തലപ്പാടി മുസ്തഫയുടെ ഭാര്യ പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇനി അനുവദിക്കുകയുള്ളൂ. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ അനുവദിക്കാൻ സമയമുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നും അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പേര് KP ഇബ്രാഹിം എന്നാണ്. കണ്ണൂർ ജില്ലക്കാരനാണെങ്കിലും കുറേ കാലമായിട്ട് മംഗലാപുരം താമസിക്കുകയാണ്. എൻ്റെ ചോദ്യം ജോസഫ് സാറിനോടാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളിലേക്ക് വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളിലേക്ക് അയക്കും എന്ന് മഹാനായ യേശുക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞതായി യോഹന്നാൻ 16:7 എൻ്റെ ഓർമ്മ. അതിൽ പറയുന്നു. ഈ വ്യക്തി ആരാണ്? ഏതായാലും ഈസാ നബി അല്ല, യേശുക്രിസ്തു അല്ല എന്നുള്ളത് ഉറപ്പാണ്.
അതിനുശേഷം ആരാണ് വന്നത് ഒന്ന് വിശദീകരിക്കണം തെളിവിന്റെ അടിസ്ഥാനത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അവൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഇതെല്ലാം പ്രിയ സഹോദരൻ ചോദിച്ചതായ ചോദ്യത്തോൽ യേശുക്രിസ്തു അരുളി ചെയ്തതായ വചനമാണ്. കാര്യസ്ഥൻ എന്ന് യേശുക്രിസ്തു അരുളി ചെയ്യുന്നത് തന്റെ ശിഷ്യന്മാർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വസ്തുതയായിരുന്നു. കാര്യസ്ഥൻ എന്ന് കർത്താവ് അരുളി ചെയ്തു. ആ കാര്യസ്ഥൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് കർത്താവ് ഓർപ്പിക്കും.